നമസ്കാരം. നമസ്കാരം. ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോൾ ശരിക്കും വീണയ്ക്ക് അറിയോ, നമ്മുടെ ആ ഒരു ഏൻഷ്യന്റ് ഒരു ഇത് ടച്ചുള്ള കുറേ കാര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ പ്രത്യേകിച്ച് ട്രിവാൻഡ്രം സിറ്റിയിലെ പാലങ്ങൾ. അതെ അതെ, നമ്മള് സ്വാതി തിരുനാളിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വാതി തിരുനാൾ നിർമ്മിച്ച പാലമൊക്കെ ശരിക്കും ഈ പാലങ്ങളുടെയൊക്കെ ഡേറ്റ് നോക്കിയാൽ ബ്രിട്ടീഷ് സമയത്ത് 100 വർഷക്കാലം പഴക്കമുള്ള പാലങ്ങൾ പോലും ഉണ്ട്. അതില് കേരളം രൂപം കൊണ്ടിട്ട് 1956 കേരളം രൂപം കൊണ്ടത്. അപ്പൊ കേരളത്തെക്കാൾ പഴക്കമുള്ള അതിന് മുന്നും ഈ പ്രദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പ്രദേശങ്ങളിലെ ആൾക്കാർക്ക് ഗതാഗതം സാധ്യമാകണമായിരുന്നു. അപ്പൊ കേരളം രൂപം കൊള്ളുന്നതിന് മുന്നേ തൊട്ട് രൂപീകരിച്ച പാലങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതെ അതെ. അപ്പൊ ശരിക്കും കേരളത്തിനേക്കാൾ പ്രായമുള്ള പാലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 10 എണ്ണം ഉണ്ട് 100 വർഷം പഴക്കമുള്ള. അല്ലാതെ ഇങ്ങനെ പഴക്കമുള്ള പാലങ്ങൾ എന്നുള്ളതിനെക്കാട്ടിലും സെഞ്ചുറി അടിച്ച പാലങ്ങൾ ഇപ്പോഴും നല്ല പ്രോപ്പർ രീതിയിൽ ഫങ്ഷനിങ് ആയിട്ട് ഒരു പാരലൽ പാലം പണിയേണ്ടി വരാത്ത കുറെ പാലങ്ങൾ നമുക്കുണ്ട്. അതെ അതെ. അതില് 10 എണ്ണത്തിൽ 6 എണ്ണം എവിടെയാ? തിരുവനന്തപുരത്താണ്. അതെ. അപ്പൊ ശരി, തിരുവനന്തപുരംകാരുടെ ഒരു പ്രത്യേക അഹങ്കാരം കൂടിയാണ്. ശരിയാണ്, ചെറിയൊരു അഹങ്കാരം. കാരണം അന്നേ അതൊരു ക്യാപിറ്റൽ സിറ്റി, ട്രാവൻകൂർ റോയൽ ഇതിന്റെ തന്നെ ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെ 6 പാലവും ശരിക്കും ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഇതിനു വേണ്ടി മുഖാന്തരം പണിതിട്ടുണ്ട്. ഇപ്പൊ കല്ലാറാണെങ്കിലും കുണ്ടമൻ കടവ് പാലം, പിന്നെ ജഗതി പാലം. അതെ അതെ, ജഗതി പാലം. അന്നിങ്ങനെ ഇഷ്ടം പോലെ പാലങ്ങൾ നമുക്ക് സ്വന്തമാണ്. അതെ. അപ്പോ പാലങ്ങൾ എപ്പോഴും ജനങ്ങളുടെ ഒരു ജീവിത രീതിയെ എളുപ്പമാക്കുന്നു. നമ്മൾ പണ്ട് നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ആസാമിനെയും അരുണാചൽ പ്രദേശിനെയും ബന്ധിപ്പിക്കുന്ന പാലം എന്ന് പറയുന്നത് അവരുടെ 6 മണിക്കൂർ യാത്ര 1 മണിക്കൂറായി കുറച്ചു കൊടുത്തു എന്ന് പറഞ്ഞ പോലെ എപ്പോഴും പാലങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ജീവിത സൗകര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത രീതി എളുപ്പമാക്കാനും എല്ലാം ഉതകുന്ന ഒന്ന് തന്നെയാണ്. തീർച്ചയായും. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാലങ്ങൾ എങ്ങനെ ഇത്രയും കാലം ലാസ്റ്റ് ചെയ്യുന്നു? ഇന്നൊക്കെ മൈനർ കോൺട്രാക്റ്റുകൾ എടുക്കുന്ന PWD സബ് കോൺട്രാക്ട് ചെയ്യുന്ന ഈ പാലങ്ങൾക്ക് പലപ്പോഴും എന്താണ് ഒരു ഇത് വന്ന ബേലി പാലം പണിയേണ്ട, വിള്ളലുകൾ വന്ന ബേലി പാലം പണിയേണ്ട അവസ്ഥ പോലും ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും വർഷം പഴക്കമുള്ള പാലങ്ങൾ നമുക്കുള്ളത്. അത് ഇത്രയും വളരെ പ്രോപ്പറായി ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാലങ്ങൾ. അതെ അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അഴിമതി ഇല്ലാതെ സിൻസിയറിറ്റിയോടുകൂടി എന്ത് ചെയ്താലും അതിന് ഒരു ഈട് അതിന്റെ വേറെ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു സാരാംശം. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോകാം അല്ലേ വീണ? തീർച്ചയായിട്ടും. ആദ്യ സെഗ്മെന്റ്. നമസ്കാരം, എൻ്റെ പേര് ഗായത്രി. എൻ്റെ വീട് കോട്ടയമാണ്. തിരുനക്കര അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഞാൻ താമസിക്കുന്നത്. ഞാനൊരു 12 വർഷമായിട്ട് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നു. ഇവിടെ ഇപ്പം മെയിനായിട്ട് നമ്മൾ നടത്തുന്ന കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ മ്യൂറൽ പെയിൻറ്റിങ്, നെറ്റിപ്പട്ടം, ഡ്രസ് മ്യൂറൽ, ഗ്ലാസ് പെയിൻറ്റിങ്, ഫാബ്രിക് പെയിൻറ്റിങ് തുടങ്ങിയ കോഴ്സുകളാണ് ഇവിടെ കൂടുതലായിട്ട് നടക്കപ്പെടുന്നത്. കൂടാതെ ടൈപ്പ് റൈറ്റിംഗ് അങ്ങനെയുള്ള ക്ലാസ്സുകളും ഉണ്ട്. പിന്നെ ഇവിടെ ഇന്നത്തെ നമ്മൾ സംസാരിക്കുന്നത് കേരള മ്യൂറൽ പെയിൻറ്റിങ്ങിനെ പറ്റിയാണ്. കേരള മ്യൂറൽ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ചുവർചിത്ര കലയാണ്. ചുവർചിത്രങ്ങളെ പണ്ട് കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് വാളിലാണ് ചെയ്തിരുന്നത്. ഇന്ന് അത് നമ്മൾ വാളിൽ ചെയ്യാനായിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ളത് കിട്ടാറില്ലാത്തത് കൊണ്ട് ക്യാൻവാസിൽ ചെയ്തിട്ട് നമ്മൾ വാളിൽ പേസ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഫ്രെയിം ചെയ്തിട്ട് അതേപോലെ തന്നെ തൂക്കിയിടുക എന്തെങ്കിലുമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ പറ്റിയിട്ടാണ് ഞാനിവിടെ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. കേരള മ്യൂറൽ പെയിൻറ്റിങ് ഇപ്പോൾ ക്യാൻവാസിൽ ചെയ്യുന്നത് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പഴയ രീതിയിൽ നമുക്ക് പച്ചിലച്ചാറുകൾ അങ്ങനെയുള്ളവ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ എല്ലാവർക്കും ചെയ്യാനായിട്ടും വീട്ടമ്മമാർക്കും ഒക്കെ ചെയ്യാൻ സൗകര്യപ്രദമായിട്ട് നമ്മളിപ്പോൾ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് 5 നിറങ്ങളിലാണ് ചെയ്യുന്നത്. വെർമില്യൻ, യെല്ലോ, സാപ്പ് ഗ്രീന്, പെർഷ്യൻ ബ്ലൂ, ബ്ലാക്ക്, ഇങ്ങനെ 5 നിറങ്ങളിലാണ് നമ്മൾ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുന്നത്. നമ്മളിവിടെ സാധാരണഗതിയിൽ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർ വരുന്നു. അവർക്ക് പഴയ രീതിയിലല്ല, പുതിയ ട്രെൻഡാണ്. കാര്യം വന്നു ഉടനെ തന്നെ നമ്മൾ പഠിച്ചു അവർക്ക് വീട്ടിൽ പോകണം എന്നുള്ള രീതിയിൽ ഇത് ഹോബി സെൻറ്റർ പോലെ ആയിട്ടുണ്ട്.
സാധാരണ എല്ലാവരും നമ്മൾ വന്നു ഓരോന്ന് പെൻസിലെടുത്ത് വെച്ച് വരച്ച് ഓരോ വട്ടങ്ങൾ അങ്ങനെ ഓരോന്നും വരച്ചാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ രീതിയിൽ അങ്ങനെ ആരും ചെയ്യുന്നില്ല. വന്ന ഉടനെ തന്നെ അവർക്കൊരു ട്രേസ് കൊടുക്കും. നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു ട്രേസ് എടുത്ത് അവർക്ക് കൊടുക്കുന്നു. കാർബൺ പേപ്പർ വെച്ച് അവർ ട്രേസ് ചെയ്യുന്നു, അതിൻ്റെ മുകളിൽ കളർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ഫാബ്രിക് പെയിൻറ്റിങ് ഒത്തിരി വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പല ടീച്ചർമാരുടെ അടുത്തു നിന്ന് പഠിച്ച് പല രീതിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. മ്യൂറൽ പെയിൻറ്റിങ്ങിലോട്ട് ഞാൻ തിരിഞ്ഞതിന് കാര്യം ചോദിച്ചാൽ, ഇതിൽ ഞാൻ ആദ്യം ഒരു തമാശ രൂപത്തിലാണ് ഞാൻ ഇത് ചെയ്തിരുന്നത്. തമാശയെന്ന് പറഞ്ഞാൽ വളരെ തമാശയായിട്ട് എല്ലാവരും ചെയ്യുന്നു എനിക്കും ചെയ്യണം എന്നുള്ളൊരു തമാശയൊക്കെ ഞാൻ ചെയ്തിരുന്നു. അതിലൊന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്വല്പം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല, സീരിയസ് ആയിട്ട് ഇത് എന്താണെന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ ഇത് എന്തെങ്കിലും ആയി തീരുള്ളൂ എന്ന് മനസ്സിലായി. ആ രീതിയിലാണ് ഞാൻ പിന്നീട് പല ആൾക്കാരെ സമീപിക്കുകയും എടുക്കുകയും എല്ലാം ചെയ്ത് ഇത് ഇപ്പം നല്ല ഏറ്റവും കൂടുതൽ ഞാൻ വിറ്റഴിക്കപ്പെടുന്ന ഒരു ഇതാണ് ഈ കേരള മ്യൂറൽ പെയിൻറ്റിങ്. മ്യൂറൽ പെയിൻറ്റിങ് സാധാരണ ചെയ്യുന്നതിനൊക്കെ നമ്മൾ ശ്ലോകങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അങ്ങനെ ഒരു രീതിയിലല്ല ചെയ്യുന്നത്. പിന്നെ നമുക്ക് മാറ്റാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ബാക്ക്ഗ്രൗണ്ട്സുകൾ നമുക്ക് മാറ്റാം. ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വെച്ചിരിക്കുന്നത് ശിവകുടുംബമാണ്. ശിവനും പാർവതിയും മക്കളും കൂടി ഇരിക്കുന്നതിനാണ് നമ്മൾ ശിവകുടുംബം എന്ന് പറയുന്നു. ആ ശിവൻ ഇരിക്കുന്ന ചിലപ്പോൾ മരത്തിൻ്റെ ചോട്ടിലാകാം. അടുത്തൊരു പടം വരയ്ക്കുമ്പോൾ നമ്മളത് മാറ്റിയിട്ട് അത് ചിലപ്പോൾ ഒരു തീരത്തായിരിക്കും. അങ്ങനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടുകൾ മാറ്റാം. അല്ലാതെ ശിവകുടുംബം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ചെയ്യേണ്ടത് എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഏറെ ഗുരുക്കന്മാരുണ്ട് ഇതിനകത്ത് പറയണമെങ്കിൽ. ഒത്തിരി ഗുരുക്കന്മാരുണ്ട്. നമ്മൾ ഒരാളെന്നല്ല, എല്ലാവരും ഞാൻ എവിടെ അവസരം കിട്ടുന്നോ അവിടെ പോയി ഞാൻ പഠിക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന റീന മാർട്ടിൻ, കല ടീച്ചർ, അജിത്ത്, അങ്ങനെ പല ആൾക്കാരുണ്ട്. നമുക്ക് ഇതിനെനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് തന്ന ആൾക്കാർ ഒത്തിരി ടീച്ചർമാരുകളുണ്ട്. എല്ലാവരെയും ഞാൻ എന്തായാലും ഇത് വർക്ക് ചെയ്തു കൊടുക്കുമ്പോഴും ഇന്നും ഞാൻ അവരെ എല്ലാവരും സ്മരിക്കുന്നുണ്ട്. ഞാൻ ഈ രംഗത്തിലോട്ട് വരാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ വീട്ടുകാർ തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫാബ്രിക് പെയിൻറ്റിങ് പഠിക്കാനായിട്ട് ഒരിടത്ത് ചെന്ന് ചോദിച്ചപ്പോൾ പഠിപ്പിക്കില്ല എന്ന് എന്നോട് പറഞ്ഞു. ആ കാരണത്തിൻ്റെ ആ വാശിന്മേലാണ് ഞാനിത് പഠിച്ചിറങ്ങിയത്. ഇത് കൂടാതെ ഞാൻ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഒരു ട്രെയിനർ കൂടിയാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. പിന്നെ ആൾക്കാർക്ക് എൻ്റെ ഫ്രണ്ട് സർക്കിളിനനുസരിച്ചാണ് ഞാനിത് വിറ്റഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരുടെ വരുന്ന വർക്കുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കൂടാതെ ഒരു വീട്ടമ്മമാർക്ക് നന്നായിട്ട് വരുമാനം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ പഠിച്ച എല്ലാ കുട്ടികളും 10-15,000 പിള്ളേരോളം ഇവിടെ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. എല്ലാ കുട്ടികളും ചെയ്ത് അവർ കാശുണ്ടാക്കുന്നുണ്ട്. നമുക്ക് വീട്ടിലിരുന്ന് നമ്മുടെ വീട്ടിലെ ഒരു മേശയുടെ പുറത്തിട്ട് ചെയ്യാവുന്ന ഒരു ഇതാണ്. പിന്നെ വലിയ വർക്ക് വരുമ്പോൾ നമ്മൾ ഷീറ്റ് എന്തെങ്കിലും വെച്ചിട്ട് അതേലോട്ട് ബോർഡിലോട്ട് നമ്മൾ അടിച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മളിവിടെ കേരള മ്യൂറൽ പെയിൻറ്റ് ക്യാൻവാസിലോട്ട് വരയ്ക്കുന്ന പറഞ്ഞാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ വരച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാനിത് ആദ്യം ഇവിടെ പെൻസിലിട്ട് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ആ പെൻസിലിട്ട് അറിയില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ കാർബൺ പേപ്പർ വെച്ച് നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പറ്റും. അത് വലിയ സൈസിലെടുത്തിട്ട് ജംബോ സൈസിലെടുത്തിട്ട് ഫോട്ടോസ്റ്റാറ്റ് വെച്ചിട്ട് കാർബൺ പേപ്പർ വെച്ചിട്ട് ട്രേസ് എടുക്കുക. ട്രേസ് എടുത്തതിന് ശേഷം നമ്മൾ വെർമിലിയൻ കളറ്, ഇതാണ് വെർമിലിയൻ കളറ്. ആ കളർ വെച്ച് നമുക്ക് എവിടെയാണോ ആവശ്യമുള്ളത് അവിടെ വളരെ നേർപ്പിച്ച് നമ്മൾ ലൈൻസ് ഇട്ട് കൊടുക്കും. അങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു പടമാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി നമ്മൾ ചെയ്യുന്ന എല്ലാം ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം ചെയ്യുന്ന ഓർണമെൻറ്റ്സ് ചെയ്യുക എന്ന് പറയും. ആ ഓർണമെൻറ്റ്സിന് എവിടെയൊക്കെയാണോ നമ്മൾക്ക് ഓർണമെൻറ്റ്സ് ഉള്ളത് അവിടെ നമ്മൾ യെല്ലോ കളർ വെച്ച് കൊടുക്കും.
നമ്മളിതേ ഇവിടെ ആദ്യമേ യെല്ലോ അടിക്കുന്നു. നമുക്ക് ആവശ്യകരമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇവിടെ അടിക്കുക. അടുത്ത ഓർണമെൻറ്റ്സ് അടിക്കുന്നതെന്ന് പറഞ്ഞാൽ കിരീടം വരുമ്പോൾ ഈ ഏരിയയിൽ അടിക്കുന്നു. അങ്ങനെ നമുക്ക് എവിടെയൊക്കെയാണോ ആവശ്യം വരുന്നത് ആ ഏരിയയിലെല്ലാം നമ്മൾ യെല്ലോ കളർ അടിക്കുക. സ്വല്പം നമ്മളെല്ലാം അടിച്ച് വരുമ്പം തന്നെ ഈ യെല്ലോ കളർ ഡ്രൈ ആയി വരും. ഡ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് കളർ കുറവാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് കോട്ടായിട്ട് വെച്ച് കൊടുക്കുക. ചിലപ്പോൾ 2-3 കോട്ടൊക്കെ വെച്ച് കൊടുക്കേണ്ടി വരും കളർ കിട്ടുന്നതനുസരിച്ച്. പിന്നെയുള്ളതെന്ന് ചോദിച്ചാൽ ഇത് കാതിപ്പൂ എന്ന് പറയും. അത് എല്ലാ ചിത്രങ്ങൾക്കും മെയിനായിട്ടുള്ള സംഭവമാണ് കാതിപ്പൂ. എല്ലാ ദേവീ ദേവന്മാരൊക്കെ ചെയ്യുമ്പോഴും സൈഡിലായിട്ട് നമുക്കിതൊരു മ്യൂറൽ സ്റ്റൈലാണ്. കാതിപ്പൂ എന്ന് പറയും. ഇങ്ങനെയുള്ളൊരു വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 ദിവസം ഫുൾ ടൈം ഇരിക്കുകയാണെങ്കിൽ 3 ദിവസം കൊണ്ടേ ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമുക്ക് അപ്പം തന്നെ ചെയ്ത് തീർക്കാൻ പറ്റില്ല. നന്നായിട്ട് ഉണങ്ങിയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്പ്രെഡായി പോകും. അതുകൊണ്ട് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. നമ്മൾ ഏതെങ്കിലും ഒരു കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രമേ അടുത്ത കളറ് അപ്ലൈ ചെയ്യാവുള്ളൂ. നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഓർണമെൻറ്റ്സിൻ്റെ യെല്ലോ ചെയ്തിരിക്കുന്ന ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഓർണമെൻറ്റ്സ് വരയ്ക്കുവാണ്. നന്നായിട്ട് ഉണങ്ങിയിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്പ്രെഡാകും. ഇതിവിടെ ഒരു സൈഡിൽ ചെറുതായിട്ട് സ്പ്രെഡാകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെ തിന്നായിട്ട് വേണം നമ്മൾ ഈ പടങ്ങൾ വരയ്ക്കാനായിട്ട്. ചെറിയ പടങ്ങൾ ചോദിച്ചാണ് ആൾക്കാർ വരുന്നത്. പക്ഷേ ചെറിയ പടങ്ങൾ വരയ്ക്കുക എന്ന് പറയുന്നത് വളരെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ മൈന്യൂട്ടായിട്ടുള്ള ലൈൻസുകളെല്ലാം ചെറിയ പടങ്ങൾ വരയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പം നമ്മളിതിൻ്റെ ഓർണമെൻറ്റ്സിൻ്റെ ബേസ് കോട്ടാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. ഇതുപോലെ ചെയ്തിരിക്കുന്ന പടമാണ് ഇപ്പം നമ്മൾ ചെയ്ത അതേ ഭാഗം തന്നെയാണ് ഇത് ഇവിടെ കാണുന്ന ഈ ഗണപതിയുടെ മുകളിൽ ചെയ്തിരിക്കുന്ന ഓർണമെൻറ്റ്സുകൾ ചെയ്തിരിക്കുന്നത്. ഇത് കയ്യിൽ, കാലിൽ എല്ലായിടത്തും വരുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളിലും വരുന്നുണ്ട് ഈ ഓർണമെൻറ്റ്സ്. നമ്മളെപ്പോലെയല്ല, ദേവീദേവന്മാർ ദേവത്ത് എല്ലായിടത്തും ഓർണമെൻറ്റ്സ് ഇടുന്നവരാണ്. അതിലപ്പോൾ എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. നമ്മൾ ചിത്രങ്ങൾ പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കും എന്നുള്ളത് നമ്മുടെ ചിത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിരിക്കും. കാര്യം ഇപ്പോൾ ഇങ്ങനെ ഒരു ചിത്രം, ഇത്രയുള്ളൊരു ചിത്രം ചെയ്യാനായിട്ട് എന്തായാലും 3 ദിവസം ഫുൾ ടൈം എടുത്ത 3 ദിവസത്തിൻ്റെ ആവശ്യം നമുക്ക് വരുന്നുണ്ട് ഇങ്ങനെയുള്ള ചിത്രം. പിന്നെ ആവശ്യക്കാർക്ക് ചിലപ്പോഴാണെങ്കിൽ അത്യാവശ്യം എന്നൊക്കെ പറയുവാണെങ്കിൽ നമ്മൾ നൈറ്റ് വരെയും ഇരുന്ന് ചെയ്യേണ്ടി വന്നിട്ടുള്ളതുണ്ട്.